പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെട്ട് മാറട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠം കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ ഒരു നല്ല സമയം ദൈവം തന്നതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാം. എല്ലാ കണ്ണുകളും അടച്ച ദൈവത്തിന് സ്തോത്രം കരയറ്റാം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഓൺലൈനിലായിരിക്കുന്നവരുണ്ട്, എല്ലാവരെയും സ്നേഹത്തോടെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് കണ്ണുകളടച്ച് ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠം ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ഒരു സമയം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കടന്നു വന്ന് ആരാധിച്ചു മടങ്ങിപ്പോയി. ആയിരുന്നിടങ്ങളിലൊക്കെയും നിൻ്റെ സമാധാനം കൊണ്ട് നിറച്ചല്ലോ. അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയായി ഞങ്ങളെ നിറച്ചല്ലോ. വീണ്ടും ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾ വന്നതിനേക്കാൾ ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന് നന്ദി കരയറ്റുന്നു. രണ്ടോ മൂന്നോ നാമത്തിലൂടെ കൂടിയാലും അവരുടെ നടുവിൽ ഉണ്ടെന്നള്ളി ചെയ്ത കർത്താവ് നിങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. പാസ്റ്ററിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന നല്ല ശുശ്രൂഷകളെ ഓർത്ത് ദൈവം നന്ദി കരയറ്റുന്നു. കൂടുതൽ കർത്താവെ ശക്തിയോടെ ബലത്തോടെ നിന്ന് ദൈവത്തെ ഘോഷിപ്പാൻ അവിടുന്ന് സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം. എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. കർത്താവെ, കുടുംബത്തിൻ്റെ ഉള്ളിലെ ആവശ്യങ്ങളെല്ലാം നീ അറിയുന്നു. ഓരോ ദിവസവും ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന് നന്ദി കരയറ്റുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറയെ അനുഗ്രഹിച്ച ദൈവമാകിയാൽ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഇവിടെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവിൽ ഒരു അനുഗ്രഹമാക്കി നിർത്തിയതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും നിന്റെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് പൂർണ്ണ സൗഖ്യത്താൽ അവിടെ നിറയ്ക്കണമേ. ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സകലതും ഒരുക്കി തരുന്ന കൃപകൾക്കായിട്ട് അവർ നന്ദി കരയറ്റുന്നു. പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്താൽ നിർത്തണമേ. ഈ ദേശത്തെ അനുഗ്രഹിച്ച് ഞാൻ സ്തുതിക്കുന്നു. ഇവിടുത്തെ ഭരണകർത്താക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സഭയായ ഓരോ വ്യക്തികൾക്കായി ദൈവം നന്ദി കരയറ്റുന്നു. വചനം പറയുന്ന നിന്റെ മകനെ അവിടുത്തെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനം സംസാരിക്കുമ്പോൾ കേട്ട് കർത്താവ് ഞങ്ങൾക്കെല്ലാം അനുഗ്രഹമായി തീരുവാൻ അവിടുത്തെ സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അന്നത്തെ ആരാധന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പ്രാർത്ഥിക്കുക. നന്ദി യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമുക്കൊരുമിച്ച് അറിയാവുന്ന പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാം. യെശയ്യാപ്രവചനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പ്രകാരം വായിക്കുന്നു: ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിരിക്കുന്നത് യെശയ്യാവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാറാഫിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിയിൽപ്പെട്ട് ഒരു തീക്കനലെടുത്തവൻ്റെ അവനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നു അവൻ്റെ വായെ തൊട്ടു. ഹല്ലേലൂയ. ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവൻ യെശയ്യാവ് അനുഭവിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും ദൈവകരങ്ങളിൽ എല്ലാ കരങ്ങളും ഉയർത്തി നമ്മളെ കരുതിയ ദൈവത്തിനും നന്ദി കരയറ്റിക്കാട്ടെ. പ്രൈസ് ദി ലോർഡ്. അമ്മ നാവുകളെ തുറന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആരും മൗനമായിട്ടിരിക്കരുത്. നമ്മൾ ഒരുമിച്ച് കൂടി വന്നു ദൈവത്തെ സ്തുതിക്കുവാൻ പോകുക. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്തോത്രത്തിൻ്റെ പല്ലവികൾ പാടുവാൻ, എണ്ണമില്ലാത്ത നന്മകളാൽ നമ്മൾ നിറച്ച ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ തന്നെങ്കിൽ എല്ലാ കരങ്ങളും ഉയർത്തിക്കാട്ടെ. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനേ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. നമുക്കൊരുമിച്ച് ചേർന്ന് പാട്ടുകളെ പാടാം.
സ്തോത്രത്തിൻ പല്ലവി പാടിയിടില്ല. തുറന്ന് എണ്ണമില്ലാതുള്ള നന്മകൾക്കാ എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. നന്ദിയാലെന്നുള്ളം തിങ്ങുകയാ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. എണ്ണമില്ലാതവ നന്മകൾക്കാ എണ്ണി എണ്ണി സ്തുതി പാടി. എല്ലാ കവിയുയർത്തി ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും ജീവകാലം ജീവിതയാത്രയിൽ ചൊല്ലുവാനാ നേരിടും ശോധന വേളകളിൽ നീക്കുപോകേടി പുലർത്തിടും ഞാൻ. കർത്താവറിയാതെയൊന്നും ജീവിതയാത്രയിൽ ചൊല്ലുവാനാ നേരിടും ശോധന വേളകളിൽ നീക്കുപോകേടി പുലർത്തിടും ഞാൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. വിശ്വാസത്തോട് പാടി. എൻ്റെ ജീവിതയാത്രയിൽ കർത്താവല്ലാതെ ആരുമില്ല. നേരിടും ശോധന വേളകളിൽ എന്നെ പുലർത്തുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെല്ലാം ഉയർത്തി ആമേൻ ആമേൻ നാവുകളെ തുറന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. വെളിപ്പാട് പുസ്തകം 7:17 പ്രകാരം പറയുന്നു, സിംഹാസനത്തെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ആ സങ്കീർത്തനം 3-ാം അധ്യായം ആമേൻ അതിൻ്റെ 3-ാമത്തെ വാക്യം പറയും, നീയോ കർത്താവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനായ ആ ഒരു ദൈവം എൻ്റെ നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ നാമത്തെ ഇന്ന് ഉയർത്താം. പ്രൈസ് ദ ലോർഡ്. അറിയാവുന്ന പാട്ടുകളാ. കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദ ലോർഡ്.
യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം ഇന്ദ്രനാമം യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം ഇന്ദ്രനാമം പാപത്തിൻ ഭാരവും ശാപവും നീക്കും പരമസന്തോഷം പാപത്തിൻ ഭാരവും ശാപവും നീക്കും പരമസന്തോഷം നാമം യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം ഇന്ദ്രനാമം യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം ഇന്ദ്രനാമം പരിമള തൈലം യേശുവിൻ നാമം ആരെക്കും വാസനവേശി പരിമള തൈലം യേശുവിൻ ആരെക്കും വാസനവേശിടും നാമം യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം ഇന്ദ്രനാമം യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം ഇന്ദ്രനാമം വാനിലും ഭൂമിയിലും മേലായ നാമം യേശുവേ വാനിലും ഭൂമിയിലും മേലായ നാമം യേശുവിൻ നാമം യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല ശക്തിയോടെ യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം ഇന്ദ്രനാമം വാഗ്ദത്തമഖിലവും നൽകിടും നാമം ആശികൾ യേശുവേ വാഗ്ദത്തമഖിലവും നൽകിടും നാമം ആശികൾ കാലമായ നാമം യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം മുഴങ്കാലുകളെല്ലാം അടങ്ങിയും നാമം ഏവരും ഒരുപോൽ അടങ്ങിയും യേശുവിന്റെ നാമത്തിൽ മുഴങ്കാലുകളെല്ലാം അടങ്ങിയും നാമം ഏവരും ഒരുപോൽ യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം യേശുവിൻ നാമം യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം എത്ര മഹാത്ഭുതം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ 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 എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ എത്ര മഹാത്ഭുതം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ ഒരിക്കൽ കൂടെ ശക്തിയോടെ പറഞ്ഞാൽ എത്ര മഹാത്ഭുതം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ 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 യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം യേശുവിന്റെ നാമം യേശുവിൻ നാമം മധുരിമനാമം വിലയില്ല നാമം യേശുവെ പോലാരുമില്ല നിന്റെ യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല നിന്റെ യേശുവെ പോലാരുമില്ല സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ ദൂതന്മാരെ ഭോജനത്തിന നിന്ദനത്തെ പോഷിപ്പിച്ചു ദൂതന്മാരെ ഭോജനത്തിന നിന്ദനത്തെ പോഷിപ്പിച്ചു അങ്ങെ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചില്ല അങ്ങെ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല സന്തോഷത്തോടെ യേശുവെ പോലാരുമില്ല യേശുവെ
തുല്യനായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ പാപത്തിൻ കരകൾ പോക്കാൻ പാവനരക്തം ചിന്തി പാപത്തിൻ കരകൾ പോക്കാൻ പാവനരക്തം ചിന്തി അങ്ങേ പോലെ ആരുമില്ല അങ്ങേ പോലെ ആരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാതാളഗോപുരം തകർത്തു മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാതാളഗോപുരം തകർത്തു അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനേ അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനേ യേശുവേ പോലെ ആരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല യേശുവേ പോലാരുമില്ല സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ ഞാനൊരുവനെ അറിയുന്നു അവനാരില്ല ഞാനൊരുവനെ അറിയുന്നു അവനാരില്ല ആയവനാരിലും ഉന്നതൻ ആയതും കാരണമറിയുമോ ആയവനാരിലും ഉന്നതൻ ആയതും കാരണമറിയുമോ ഉന്നതി വെടിഞ്ഞവൻ മണ്ണിൽ വന്നു സ്വന്തം പ്രാണനെ നമുക്കായി തന്നു മരണത്തെ ജയിച്ചവൻ ശത്രുവെ തകർത്തവൻ കല്ലറ തുറന്നു മൂന്നാളുയർന്നു ഇതുപോലാരെയും കണ്ടിരുവരെയും യുദ്ധശ്രേഷ്ഠനായവൻ മിത്രമായി ഭവിച്ചു ഇതുപോലാരെയും കണ്ടിരുവരെയും യുദ്ധശ്രേഷ്ഠനായവൻ മിത്രമായി ഭവിച്ചു അവനിന്നും ജീവിക്കുന്നു അവനിന്നും ജീവിക്കുന്നു അവനിന്നും ജീവിക്കുന്നു ക്രിസ്തുവാ അവനിന്നും ജീവിക്കുന്നു അവനിന്നും ജീവിക്കുന്നു അവനിന്നും ജീവിക്കുന്നു സത്യനാ അവനിന്നും ജീവിക്കുന്നു അവനിന്നും ജീവിക്കുന്നു അവനിന്നും ജീവിക്കുന്നു ക്രിസ്തുവാ അവനിന്നും ജീവിക്കുന്നു അവനിന്നും ജീവിക്കുന്നു അവനിന്നും ജീവിക്കുന്നു സത്യനാ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഉന്നതി വെടിഞ്ഞവൻ മണ്ണിൽ വന്നു സ്വന്തം പ്രാണനെ നമുക്കായി തന്നു മരണത്തെ ജയിച്ചവൻ ശത്രുവെ തകർത്തവൻ കല്ലറ തുറന്നു മൂന്നാളുയർന്നു ഇതുപോലാരെയും കണ്ടിരുവരെയും ശ്രേഷ്ഠനായവൻ മിത്രമായി ഭവിച്ചു ഇതുപോലാ
ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു. അവനെന്നും ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു. അവനെന്നും ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു. യേശുവേ അവനെന്നും ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു. 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 ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ചാടുക. യേശുവേ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. അവനെന്നും ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു, അവനെന്നും 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 ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവനെന്നും ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു. 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 യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവനെന്നും ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്നു, അവനെന്നും ജീവിക്കുന്ന കർത്താവ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവ്, ഇന്ന് നമ്മൾ അറിവുകൊണ്ട് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശുവേ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്തൊരു സന്തോഷത്തോടെ പാടി. അവൻ ഇന്ന് ജീവിക്കുന്നു എനിക്ക് വേണ്ടി. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. യാക്കോബ് 4:7 ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചുകൊണ്ട് എഴുത്തു നിൽക്കുവീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ സമർപ്പണത്തോടെ ആയിരിക്കാം. പ്രൈസ് ദ ലോർഡ്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം നമുക്ക് അറിയാവുന്ന പോലെ ഒരു രാജകൽപ്പനയുണ്ട്, ഒരു ദൈവകൽപ്പനയുണ്ട്.
120 ദേശാധിപരുടെ നടുവിൽ 3 ദക്ഷന്മാരിൽ വിളങ്ങിയ ദാനിയേൽ ദൈവത്തെ വിളിക്കുന്നതിന് യാതൊരു മടിയുമില്ല. മുട്ടുമടക്കി ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. പക്ഷേ രാജകൽപ്പനയിൽ അവനെ തള്ളി സിംഹത്തിൻ്റെ കൂട്ടിലിട്ടെങ്കിൽ ഈ സിംഹങ്ങൾ വിചാരിച്ചു വരുന്നവൻ കൃപയുള്ളവനാണ്. എല്ലാവരും വായടച്ചിരുന്നു. ഒരു തീരുമാനം ഇവിടെ എടുത്തു. മുകളിൽ താഴോട്ട് വീഴുമ്പോൾ അവൻ്റെ തലയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. അവരൊരുമിച്ച് കൂടെ നിന്നു. ഒരു മെത്ത വന്നിരിക്കുന്നത് പോലെ അതിൻ്റെ മുകളിൽ സംരക്ഷിച്ച ഒരു ദൈവം. കാരണം എന്തെന്നറിയാമോ? തിരഞ്ഞെടുത്തത് ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. എന്നെ നിങ്ങളെയും തിരഞ്ഞെടുത്ത ദൈവമാണെങ്കിൽ ഓരോ പ്രതിസന്ധിയിലും നമ്മെ കരുതുന്നു വിശ്വസിക്കുന്നുവെങ്കിൽ നാവുകളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. എത്ര പേര് വിശ്വസിച്ചുണ്ട്? എന്നെ തിരഞ്ഞെടുത്ത ദൈവമാ. യോഗ്യതയൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് നമുക്ക് പാടാം. ഹല്ലേലൂയ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ.
കൃപയും പറയാനില്ലയെന്നു മാത്രം. കൃപയോടെന്ന് പറഞ്ഞാൽ കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ചെന്ന് പറഞ്ഞാട്ട് കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ. എല്ലാ കർമ്മീയത്തെ കേട്ട് ഇനി ആരും യോഗ്യതയില്ലെന്ന് പറയണ്ട, മാന്യതയില്ലെന്ന് പറയണ്ട, എന്നിൽ കൃപയുണ്ടെന്ന് പറഞ്ഞാൽ മതി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ഞങ്ങൾ ഒരുങ്ങുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൽ അവിടെ ഞങ്ങൾ നിർത്തിയതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചന കേൾവിക്കായി നിന്റെ മകനെ ഒരുക്കുന്ന ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്കെല്ലാം അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം. പൂർണ്ണമായി ശുശ്രൂഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നിന്റെ സന്നിധി സമർപ്പിക്കുന്നു. വളരെ നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ സുരേഷ് പാസ്റ്റർ കടന്നു വന്ന് ദൈവത്തിന് വചനം സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും എല്ലാവരും കണ്ണുകളെ അടച്ച വണ്ണമായി നാം പാടിയ അവസാനത്തെ പാട്ടിൻ്റെ ഒരു വരി കൂടെ നമുക്ക് ഒന്നും കൂടെ പാടാം. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. നമ്മുടെ പിതാവായ ദൈവം നമ്മെ അത്യധികമായി സ്നേഹിക്കുന്നു. നമ്മളെ രക്ഷിച്ചവനും വീണ്ടെടുത്തവനുമായ യേശു ക്രിസ്തു നമ്മെ അത്യധികമായി സ്നേഹിക്കുന്നു. നമ്മളെ നടത്തുന്നവനും കരുതുന്നവനും അഭിഷേകിച്ച് ബലപ്പെടുത്തുന്നവനായ പരിശുദ്ധാത്മാവ് നമ്മെ അത്യധികമായി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പിതാവ് നമ്മളെ സ്നേഹിച്ചതിൻ്റെ അളവ് വർണ്ണിപ്പാൻ വാക്കുകൾക്ക് മതിയാവില്ല, നമ്മുടെ ജീവിതം മതിയാവുകയില്ല. എന്നാൽ അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചവനായ നമ്മെ വീണ്ടെടുപ്പാൻ ഒരു ദൂതനെ അല്ല, ഒരു ദൂത ഗണങ്ങളെ അല്ല, പകരം തൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും അയച്ചത്. ആ സ്നേഹത്തെ നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ. ഈ പിതാവിൻ്റെ ഉദരത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും ഉത്ഭവിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് കാണുന്നതൊക്കെയും, ഈ ഭൂമിയിൽ കാണുന്നതൊക്കെയും, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെയും, അതിൻ്റെയൊക്കെയും സൃഷ്ടികർത്താവ് എൻ്റെയും നിങ്ങളുടെയും പിതാവ്. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ബലത്തോടെ ജീവിപ്പാൻ, സന്തോഷത്തോടു കൂടി ജീവിപ്പാൻ, സമാധാനത്തോടു കൂടി ജീവിപ്പാൻ, ജയാളികളായി ജീവിപ്പാൻ ഈ പിതാവ് സകലത്തിനും നന്മയ്ക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു, എല്ലാം എൻ്റെ ജീവിതത്തിൽ ഇല്ലാതായി എന്ന് ഒരു ഡെഡ് എൻഡിലാണോ ഞാനും നിങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്നത്? എനിക്ക് അടുത്തത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, അടുത്തത് എൻ്റെ ജീവിതത്തിൽ എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല എന്ന ചോദ്യചിഹ്നങ്ങളോടുകൂടിയാണോ
ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എങ്ങു തിരിഞ്ഞാലും എനിക്ക് പ്രയാസം, പ്രശ്നങ്ങൾ, കഷ്ടം, ദുഃഖം എന്ന ഭാരത്തോടുകൂടി മനസ്സ് കലങ്ങിയവരായി ഇവിടെ ഇരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും ഒരു കാര്യം പറയാം. നമ്മെ സ്നേഹിക്കുന്നവനായ പിതാവ് അവൻ വിശ്വസ്തനാകുന്നു. എന്നെയും നിങ്ങളെയും വിളിച്ചവനായ പിതാവ് വിശ്വസ്തനാകുന്നു. എന്നെയും നിങ്ങളെയും വിളിച്ചവനായ പിതാവ് വിശ്വസ്തനാകുന്നു. എന്നെയും നിങ്ങളെയും സ്നേഹിച്ചവനായ കർത്താവ് എനിക്ക് നിങ്ങൾക്കും വാഗ്ദത്തം തന്നിരിക്കുന്നു. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാകുന്നു. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാകുന്നു. അവൻ അതുപോലെ തന്നെ അവൻ ചെയ്യും. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഒന്നുകൊണ്ടും ഹൃദയം കലങ്ങേണ്ട ആവശ്യമില്ല. ഒന്നുകൊണ്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ ഞാനും നിങ്ങളും അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ഞാനും നിങ്ങളും അവൻ്റെ മാറോടായി അണഞ്ഞിരിക്കുമ്പോൾ, അവൻ്റെ സ്നേഹത്തിൽ നമ്മെ ആശ്ലേഷിച്ചിരിക്കുമ്പോൾ, നമ്മെ തീർച്ചയായും അക്കരെ അവൻ എത്തിക്കുക തന്നെ ചെയ്യും. ജയാളികളായി എത്തിക്കുക തന്നെ ചെയ്യും. സംതൃപ്തിയോടെ എത്തിക്കുക തന്നെ ചെയ്യും. സമാധാനത്തോടെ എത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പ്രത്യാശയും വിശ്വാസത്തെയും അവൻ മാനിച്ച് അവൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു നാളും അനാഥരയല്ല. ഒരു നാൾ നമ്മെ തനിച്ച് വിടുന്നവനല്ല. അവൻ നമ്മുടെ കൂടെ നടക്കുന്നവനാണ്. അവൻ നമുക്ക് മുന്നമേ കടന്നു ചെല്ലുന്നവനാ. വഴികളെ ഒരുക്കുന്നവനായി, തടസ്സങ്ങളെ മാറ്റുന്നവനായി. മീക 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. നമുക്ക് മുന്നേ കടന്നു ചെല്ലുന്നത് എല്ലാ തടസ്സങ്ങളെയും മാറ്റി, എല്ലാ വളഞ്ഞ വഴികളെയും, എല്ലാ തെറ്റായ കാര്യങ്ങളും എല്ലാം മാറ്റി നേരായ പാത ഒരുക്കുവാൻ നമുക്ക് മുന്നേ കടന്നു ചെല്ലുന്നവനായിരിക്കുന്നു. മുമ്പേ വെളിച്ചം കാണിക്കുന്ന മേഘസ്തംഭമായി, രാത്രി നമുക്ക് വെളിച്ചം പകരുന്ന അഗ്നിസ്തംഭമായി, പകൽ നമുക്ക് നിഴൽ തരുന്ന മേഘസ്തംഭമായി അവൻ നമ്മെ നടത്തുന്നവനായിരിക്കുന്നു. ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും എതിരെ ശത്രുവായവൻ 7 വഴികളിൽ ഓടിപ്പോകുന്ന രീതിയിൽ കർത്താവ് ഓടിച്ചു കളയും. അവൻ എല്ലാവരും ഒരുമിച്ച് വരുന്നതായിരിക്കാം, സത്യമായിരിക്കാം. പ്രയാസം, ബുദ്ധിമുട്ട്, കടം, രോഗം, അസ്വസ്ഥത, ആകുലത എന്ന് പറഞ്ഞ എല്ലാം ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ കർത്താവ് അവരുടെ എല്ലാറ്റിനെയും 7 വഴികളിലേക്ക് ഓടിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിമറിക്കുവാൻ കർത്താവിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? അവൻ ഇന്നും ജീവിക്കുന്നവനായിരിക്കുന്നു. നമ്മൾ പറയുന്നത് ഒരു ഫിക്ഷ്യസ് ഗോഡ് അല്ല. ഹീസ് എ ടാൻജിബിൾ ഗോഡ്. നമുക്ക് തൊട്ട് ഉണരുവാൻ തക്കവണ്ണം, അനുഭവിപ്പാൻ തക്കവണ്ണം അവൻ അധികമായി നമ്മൾക്ക് സമീപത്തിൽ നിൽക്കുന്നു. ഹൃദയം നുറങ്ങിയവരായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. കണ്ണുനീർ ചിന്തി ഇനി കണ്ണുനീരില്ല. കണ്ണുനീർ എന്നെ വറ്റിയിരിക്കുന്നു, എൻ്റെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നു എന്ന് വ്യസനിച്ചിരിക്കുന്നു. കർത്താവ് പറയുന്നതിനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല, നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ലോകം ചിലപ്പോൾ പറയും നമ്മൾ കടന്നു പോകുന്ന പാത ശരിയല്ല, വഴി ശരിയല്ല, നിന്റെ പ്ലാനിങ് പോരാ. എന്നാൽ എനിക്ക് നിങ്ങൾക്കും പ്ലാൻ ഇല്ലെങ്കിലും പ്ലാൻ അറിയാവുന്ന ഒരാളെ അറിഞ്ഞാൽ മാത്രം മതിയല്ലോ. എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും നല്ലൊരു പ്ലാനുള്ള ഒരു വ്യക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ സ്നേഹവാനായ പിതാവ്. ആ പ്ലാൻ നമ്മെ നശിപ്പിക്കുവാനല്ല, നമ്മെ തകർക്കുവാനല്ല, നമ്മളെ ഇല്ലാതാക്കുവാനല്ല, നമ്മുടെ നന്മയ്ക്കായിട്ടൊരു പദ്ധതി അവൻ വെച്ചിരിക്കുന്നു. ആ നന്മയ്ക്കായ പദ്ധതി നമ്മൾ പ്രാപിക്കണമെങ്കിൽ ഞാനും നിങ്ങളും സാഹചര്യത്തെ കണ്ട് ഭയപ്പെടുന്നവരായിട്ടല്ല, സന്ദർഭങ്ങളെ കണ്ട് കുലുങ്ങിപ്പോകുന്നവരായിട്ടല്ല, പ്രയാസങ്ങളെ കണ്ട് നമ്മുടെ വിശ്വാസത്തെ കളഞ്ഞ് നമ്മൾ സംശയിക്കുന്നവരായിട്ടല്ല. പകരം കർത്താവേ അടിയനിതാ, കർത്താവേ എന്നെ മുറ്റുമായ സന്നിധിയിലായി ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും സമർപ്പിക്കുമെങ്കിൽ അവൻ നല്ലവനെന്ന് എനിക്കും നിങ്ങൾക്കും രുചിച്ചറിയുവാൻ സാധിക്കും. സങ്കീർത്തനങ്ങളെ പുസ്തകം 34-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അവൻ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ഒന്ന് വായിക്കാം ആ വാക്യം, 34:8. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്.
Oh, taste and see that the Lord is good, and whoever trusts in him, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എങ്ങനെയാണ് നമ്മൾ രുചിച്ചറിയുക പ്രിയപ്പെട്ടവരെ? ഒരു ഭക്ഷണത്തെ രുചിച്ചറിയണമെങ്കിൽ കയ്യിലെടുത്താൽ പോരാ, കണ്ടാൽ പോരാ, മണത്താൽ പോരാ. നമ്മൾ അത് കടിച്ച് ചവച്ചരച്ച് രുചിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവാൻ പറ്റും, അതിൻ്റെ രുചി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ രുചി എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? കൂടുതൽ അടുത്തറിയുമ്പോൾ, ഇടപഴകുമ്പോൾ, ഇൻറ്റിമേറ്റായിട്ട് പഴകുമ്പോൾ അവരുടെ ആ സ്നേഹം മനസ്സിലാക്കുവാൻ പറ്റും, അവരുടെ സ്വാന്തനം നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അവർ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ആ വിലയേറപ്പെട്ട അവരുടെ ആ സ്നേഹത്തെ മുറ്റുമായി നമ്മൾ അനുഭവിച്ചറിയുവാൻ അത് സഹായമായി തീരും. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായി രുചിച്ചറിയുവാൻ തക്കവണ്ണം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? നമുക്ക് ഒരു സന്തോഷം ജീവിതത്തിലുണ്ട്, ഒരു ആശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ട്, നമുക്കൊരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിറവായി ഉണ്ട്, അത് നിത്യമായി നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളവരാണ് ഭാഗ്യവാന്മാർ. ഒത്തിരി പൈസ ഉള്ളവരല്ല. എന്തു സംഭവിച്ചാലും, ഒന്നുമില്ലേലും ആരുമില്ലേലും ഞാൻ ഭാഗ്യവാൻ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നത് പൈസയുടെ മേലല്ല, വ്യക്തികളുടെ മേലല്ല, എൻ്റെ സ്വന്തം സാമർഥ്യത്തിൻ്റെ മേലല്ല, എന്നാൽ എന്നെ സ്നേഹിക്കുന്നവനായ പിതാവിൻ്റെ മേൽ. എന്നെ സ്നേഹിക്കുന്നവൻ്റെ പിതാവിൻ്റെ മേൽ. എല്ലാവരും പറയാമോ? എന്നെ സ്നേഹിക്കുന്നവൻ്റെ പിതാവിൻ്റെ മേൽ. ഇന്നു മുതൽ ഞാനും നിങ്ങളും എന്നും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം, കർത്താവ്, യഹോവ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, എല്ലാം ശരി തന്നെ. എന്നാൽ നമ്മെ സ്നേഹിക്കുന്നവനായ പിതാവ് എന്ന് പറയുമ്പോൾ അതൊന്നുകൂടി നമ്മുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ. ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പോൾ ശരണം പ്രാപിക്കുക, യു ആൻഡ് ഐ ആർ ടേക്കിംഗ് റെഫ്യൂജ് ഇൻ ഹിം. എന്ത് പ്രയാസം വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് ഞെരുക്കങ്ങൾ വന്നാലും, എന്ത് ശോധനകൾ വന്നാലും നമ്മൾ ഓടി ചെല്ലുന്നത് നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിലേക്കായി. ആണോ പ്രിയപ്പെട്ടവരെ? പല പ്രാവശ്യം നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് ഫോൺ എടുക്കും, ആരെങ്കിലും വിളിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ചാറ്റ് GPT എന്തൊക്കെയോ ഉണ്ട് ഇപ്പം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഗൂഗിൾ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ എന്ത് ക്ലിക്ക് ചെയ്യാലും ക്ലിക്കാവുന്ന ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അത് പിതാവിൻ്റെ സന്നിധിയിൽ മാത്രം. പിതാവിൻ്റെ സന്നിധിയിൽ 100% ശരണപ്പെടുമ്പോൾ, when you and I take refuge 100% in his presence, you and I will have fullness of joy. എല്ലാവരും പറയാമോ? fullness of joy. fullness എന്ന് വെച്ചാൽ എത്രയാണ് പ്രിയപ്പെട്ടവരെ? പകുതിയാണോ? കാൽഭാഗമാണോ? അതോ അല്പമാണോ? സ്വല്പമാണോ? അല്ല, നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥ, നിറഞ്ഞു കവിയുന്ന സന്തോഷം എന്നിലും നിങ്ങളിലും വേണമോ? ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. ഏത് സാഹചര്യത്തിലും, ഏത് സന്ദർഭങ്ങളിലും, ഏത് സിറ്റുവേഷനിലും നമ്മെ സഹായിപ്പാൻ അവൻ മതിയായവനായിരിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 46 അധ്യായം അതിൻ്റെ 1 വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. എല്ലാവരും പറയാം, ബലവും. ബലവും എന്നല്ല, ബലവും ആകുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിപ്പാൻ ബലമായി അവൻ കടന്നു വരും. പ്രയാസങ്ങളിലിരിക്കുമ്പോൾ, സംശയത്തിലിരിക്കുമ്പോൾ, നമ്മൾ ഞെരുക്കത്തിലിരിക്കുമ്പോൾ ശത്രുവായവൻ നമ്മെ മുറ്റുമായി തകർപ്പാൻ അവൻ തകർന്നു വരും. എന്നാൽ നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ ഉയർത്തുവാൻ, നമ്മെ എല്ലാ നന്മയാലും കൃപയാലും നിറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമുക്കൊരു കഷ്ടമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തിരിക്കുന്ന തുണ പോലും ഓടിച്ചെല്ലുന്ന കാലമാണ് ഈ കാലം. എല്ലാവരും അല്ല, ഒരു ചിലർ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. എത്രത്തോളം അടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ? എൻ്റെ ശ്വാസത്തെക്കാളേറെ അടുത്തിരിക്കുന്നു. എൻ്റെ ഉള്ളിലായവനിരിക്കുന്നു. നെഞ്ചോട് ചേർത്ത് കൈവച്ച് പറയാമോ പ്രിയപ്പെട്ടവരെ?
നമ്മുടെ ശ്വാസത്തെക്കാൾ ഏറെ സമീപമായിരിക്കുവാൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നാൽ നമ്മുടെ പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിലെ എല്ലാ നുഖങ്ങളും തകരും, നമ്മുടെ സംശയങ്ങൾ തകരും. എന്തുകൊണ്ടെന്നാൽ നാം വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ഹല്ലേലൂയ. നമുക്ക് വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്, നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പറയും, മനുഷ്യരല്ലേ ഇതൊക്കെ ഉള്ളതാ, സത്യമാണ്. എന്നാൽ അതിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണമെന്നും കൂടി നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിന് മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അടുത്തുള്ളവരെ നോക്കി പറയാം മിണ്ടാതിരിക്കാൻ. പക്ഷെ നമ്മൾ മിണ്ടിപ്പോയില്ലേ? ഹല്ലേലൂയ. സങ്കീർത്തനം 46 10 വാക്യം നമുക്കൊന്ന് വായിക്കാം. 46 10. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നമ്മൾ അതുവരെ മാത്രമേ ഇതുവരെ ധ്യാനിച്ചിട്ടുള്ളൂ. കുറേ പ്രാവശ്യം ഞാനിവിടെ മെസ്സേജ് ഉണ്ട്. എന്നാൽ അതിൻ്റെ 2ാമത്തെ പോർഷനും കൂടെ വായിക്കാം. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതൻ ആകും, ഞാൻ ഭൂമിയിൽ ഉന്നതൻ ആകും. അപ്പോൾ കർത്താവ് ഉന്നതനാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി അധികം ഒച്ചയും ബഹളം വയ്ക്കുമ്പോഴല്ല, നമ്മൾ മിണ്ടാതെ ഇരിക്കുമ്പോഴാണ്. ഇവിടെ ഇതിൻ്റെ 14ാമത്തെ അധ്യായം നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്രായേൽ ജനങ്ങൾ അടിമത്വത്തിലായിരുന്നു മിസ്രൈമി ദേശത്ത്. അപ്പോൾ അവരെല്ലാവരും പുറത്തു കൊണ്ടുവരുവാൻ തക്കോണം മോശയെ വഴി അവരെല്ലാവരും പുറത്തു വരുവാനായിട്ട് പറയുന്നു. 14ാമത്തെ അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ചൂന്ന സമുദ്രത്തിൻ്റെ സമീപത്ത് നിങ്ങൾ പാളയം ഇറങ്ങണം എന്നൊരു പ്ലാൻ ദൈവത്തിൻ്റെ വൃത്തിന് കൊടുക്കുന്നു, മോശയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ 4ാമത്തെ വാക്യം വായിക്കുമ്പം, ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും. ഞാൻ യഹോവ ആകുന്നു എന്ന് മിസ്രൈമർ അറിയേണ്ടതിന് ഫറവോനിലും അവൻ്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അതിൻ്റെ 18ാമത്തെ വാക്യം വായിക്കാം, 14:18. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവ ആകുന്നു എന്ന് മിസ്രൈമർ അറിയും. അപ്പോൾ 2 സ്ഥലത്ത് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളും കർത്താവിൽ നിന്ന് ഒരു വാക്ക് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലാനിൻ്റെ ഒരു സെൻറ്റൻസ് മാത്രമേ പറഞ്ഞു, ഒരു ക്യാപ്ഷൻ മാത്രമേ പറഞ്ഞു. എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ഏതായി തീരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല, മോശയോട് പറഞ്ഞിട്ടില്ല. എന്നാൽ യോശുവയോട് യെരിഹോ പട്ടണത്തിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ യെരിഹോ പട്ടണത്തിന് ചുറ്റും എത്ര ദിവസം നടക്കണം, എത്ര പ്രാവശ്യം നടക്കണം, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ വ്യക്തമായൊരു പ്ലാൻ പറയുന്നുണ്ട് യോശുവയോട്. എന്നാൽ മോശയോട് ഒന്നും പറയുന്നില്ല. നിങ്ങളങ്ങ് നേരെ പോവുക, ആ സമുദ്രത്തിനടുത്തേക്ക് പാളയം ഇറങ്ങുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ പോയി ചെയ്തു. എന്നാൽ ഇവിടെ കാണുന്നത് ഇപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ മിസ്രൈമ സൈന്യങ്ങൾ വരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കും ഇവർ പെട്ട് കഴിഞ്ഞപ്പോൾ
ഇവിടെ ശ്രദ്ധിക്കണം, 8-ാമത്തെ വാക്യം, യഹോവ മിസ്രയീം രാജാവായ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു. ഇതിവിടെ മാത്രമല്ല, 13-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചെങ്കടലിൽ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. അവരെന്തിനും തയ്യാറായിട്ടാണ് പോയിരിക്കുന്നത്. എന്നാൽ ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വല്ലാതെ ഭീതി ഉണ്ടായി, വളരെയധികം ഭയപ്പെട്ടു എന്നാണ് നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. വളരെയധികം അവർ ഭയപ്പെട്ടു. അപ്പോൾ ഭയം എപ്പോഴാണ് വരുന്നത് പ്രിയപ്പെട്ടവർ? സംശയം ഉണ്ടാകുമ്പോൾ ഭയം വരും. ഇത്രയും വലിയൊരു സൈന്യം വരുന്നു, ഞങ്ങൾ എങ്ങനെ ഇവരെ തോൽപ്പിക്കുവാൻ സാധിക്കും? ഞങ്ങളുടെ മുമ്പിലോ ചെങ്കടലിരിക്കുന്നു, എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ സാധിക്കും? ഒരു ഡെഡ് എൻഡായി കിടക്കുന്നു. അത് ഇനി മുമ്പോട്ട് ഞാൻ എങ്ങനെ പോകും, എന്തായി തീരും എന്ന് ഒത്തിരിയധികം സംശയങ്ങളോടും ചോദ്യങ്ങളോടും ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വന്നിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു നിമിഷം കണ്ണുകളെ അടച്ചോളൂ. ഒരു നിമിഷം സാമ്പത്തികമായ മേഖലകളിലായിരിക്കാം, നിങ്ങളുടെ ശാരീരികമായ രോഗങ്ങളോ അസ്വസ്ഥതകളോ ആയിരിക്കാം, കുടുംബത്തിൽ പല കാരണങ്ങളാൽ സമാധാനവും സന്തോഷമില്ലാത്ത അവസ്ഥകളായിരിക്കാം, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം, ജോലികളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം, ഒരുപക്ഷെ ആത്മീയ കാര്യങ്ങൾ തന്നെയായിരിക്കാം. ഏത് കാര്യങ്ങളായാലും എനിക്ക് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുവാൻ അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ആര് എന്നെ സഹായിക്കും, ആര് എന്നെ കൈപിടിച്ച് വഴി നടത്തും, ആര് എനിക്ക് വേണ്ടുന്ന വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞ് ഒത്തിരിയധികം സംശയിച്ചിരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അത് തുടർന്ന് അവർ ചെയ്തത് എന്താ? നല്ലൊരു കാര്യം അവർ ചെയ്തു. യഹോവയോട് നിലവിളിച്ചു. ഭയം വരുന്നത് സ്വാഭാവികമാണെങ്കിലും അടുത്ത ക്ഷണം തന്നെ നമ്മൾ വിശ്വാസത്തോടു കൂടി നമ്മെ വിളിച്ചവൻ വിശ്വസ്തനായിരിക്കുന്നു, നമുക്ക് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായിരിക്കുന്നു, അവൻ്റെ അടുക്കലേക്കായി നമ്മൾ കടന്നു ചെല്ലുവാൻ നമ്മൾ തുനിയണം. വേറെ എല്ലാ കാര്യങ്ങളും വിട്ടേച്ച് നമ്മൾ തുനിയണം. 107-ാമത്തെ സങ്കീർത്തനം നമുക്ക് തിരിക്കാം. അവിടെ ഒരു ചില സത്യങ്ങളെ നിങ്ങൾക്ക് കാണിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടും. 107-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-7 വാക്യം വായിക്കുമ്പോൾ, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, ഞാൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വേയുള്ള വഴിയിൽ നടത്തി. അപ്പോൾ ആദ്യം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്, നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശമാണ് കിട്ടുന്നത്. വി റിസീവ് ഹിസ് ഗൈഡൻസ്. രണ്ടാമത് 13 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 107-ാമത്തെ സങ്കീർത്തനം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു, അവൻ അവരെ ഇരുട്ടിൽ നിന്ന് അന്തമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധങ്ങളെ അറുത്തു കളഞ്ഞു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ താമര കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് കളഞ്ഞിരിക്കുന്നു എന്നവിടെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, നമ്മൾ എങ്ങനെ കെട്ടപ്പെട്ടവരായിരുന്നാലും അടയ്ക്കപ്പെട്ടവരായിരുന്നാലും എനിക്ക് നിങ്ങൾക്കും ഒരു വിടുതൽ നൽകുവാൻ, ഒരു ഡെലിവറൻസ് നൽകുവാൻ കർത്താവ് തീർച്ചയായും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. മൂന്നാമത് 19 മുതൽ 20 വരെ വാക്യങ്ങൾ, അവൻ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. നമുക്ക് രോഗം വരുന്നത്, പ്രയാസം വരുന്നത്, അസ്വസ്ഥതകൾ വരുന്നത് നമ്മളെ രോഗികളാക്കുവാൻ മാത്രമല്ല, ശത്രുവാവൻ തീരുമാനിച്ചെങ്കിൽ ഇവരെ എങ്ങനെയെങ്കിലും കുഴിയിലാക്കണം, പെട്ടിയിലാക്കണം എന്നാണ് അവൻ ചിന്തിക്കുക. എന്നാൽ കർത്താവ് പറയുന്നു, അവൻ തൻ്റെ വചനത്തെ അയച്ച്, എല്ലാവരും പറയുമ്പോൾ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ശാരീരികമായ പ്രയാസങ്ങൾ വരുമ്പോൾ, കർത്താവേ ഞങ്ങളുടെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യം ഏറ്റെടുത്തിരിക്കുന്നു. ഐ റിസീവ് യുവർ ഹീലിംഗ്. എല്ലാവരും പറയാമോ? ഐ റിസീവ് യുവർ ഹീലിംഗ്. ഹീൽ മീ എന്നല്ല, ഓൾറെഡി യു ആർ ഹീൽഡ്, ഓൾറെഡി ഐ ആം ഹീൽഡ്. ബൈ ഹിസ് സ്ട്രൈപ്സ് യു ആൻഡ് ഐ ആർ ഹീൽഡ്. അവൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ടവരായിരിക്കുമ്പോൾ, നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ, അവൻ്റെ അടിപ്പിണരുകളാൽ നമ്മൾ തീർച്ചയായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ.
അപ്പോൾ ആദ്യം മാർഗനിർദ്ദേശം, രണ്ടാമത് വിടുതൽ, മൂന്നാമത് സൗഖ്യം, നാലാമത് 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും ആഗ്രഹിക്കുന്ന തുറമുഖം ഏതാ പ്രിയപ്പെട്ടവരെ? കൊച്ചിയാണോ? അല്ലല്ല, UK, ഓസ്ട്രേലിയ. ഇവിടെ എല്ലാം കൊച്ചു പയ്യന്മാർ ചിരിക്കുന്നുണ്ട് മനസ്സിനകത്ത്. നമ്മുടെ തുറമുഖം ഇറ്റേണിറ്റി, ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു പോകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സംരക്ഷിച്ച് അവിടെ കൊണ്ടെത്തിക്കും. സോ ഇറ്റ് ഈസ് ഷോസ് പ്രൊട്ടക്ഷൻ, ഗൈഡൻസ്, ഡെലിവറൻസ്, ഹീലിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മൾ കർത്താവിനെ നോക്കി വിളിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ, ഞെരുക്കങ്ങളിൽ നമ്മെ കാണുമ്പോൾ നമ്മെ അവൻ വിടുവിക്കുക തന്നെ ചെയ്യും, സൗഖ്യപ്പെടുത്തുക തന്നെ ചെയ്യും, നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശം തരിക തന്നെ ചെയ്യും, നമുക്ക് സൗഖ്യം നൽകുക തന്നെ ചെയ്യും. എന്നാൽ ഇവർ നിലവിളിച്ചത് സത്യമാണ്. 10-ാമത്തെ വാക്യം, 14-ാമത്തെ അധ്യായം എക്സോഡസ്, അതിൻ്റെ 10-ാമത്തെ വാക്യം. അവർ ശത്രുക്കളെ കണ്ട് ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അതുവരെ നല്ല മക്കളായിരുന്നു. എന്നാൽ അടുത്തത് നോക്കണം, അവർ മോശയോട് പിറുപിറുക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ഇസ്രായേലിലായിരുന്നെങ്കിൽ സ്വസ്ഥമായിട്ട് തലയിനിട്ട് കിടന്നുറങ്ങിയേനെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇവിടുത്തെ ഈ പ്രയാസങ്ങൾ കാണുമ്പോൾ, ഞെരുക്കം കാണുമ്പോൾ അടിമയായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഒത്തിരിയധികം അവൻ മോശയെ കളിയാക്കുന്ന രീതിയിൽ, അവരുടെ വിശ്വാസമെല്ലാം തുലഞ്ഞ രീതിയിൽ. ഒന്ന് ശ്രദ്ധിക്കണം, 10 ബാധകൾ യഹോവയായ ദൈവം അവിടെ കാണിച്ചു, ഇസ്രായേലിൽ കാണിച്ചു, മിസ്രൈമിൽ കാണിച്ചു. ഇസ്രായേൽ ജനങ്ങളെ ഒന്നും തൊടാത്ത രീതിയിൽ സംരക്ഷിച്ച് സുരക്ഷിതരായി കൊണ്ടുവന്നതാണെന്ന് ഓർക്കണം. അപ്പം അത്രയും അത്ഭുതങ്ങളെ കണ്ടിട്ടും അവരുടെ ഹൃദയം കാഠിന്യം നിറഞ്ഞതായി, സംശയമുള്ളതായി മാറ്റുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവർ പഴയതെല്ലാം മറന്നുപോയി. എന്നാൽ ഞാനും നിങ്ങളും പഴയത് ഒരിക്കലും മറക്കരുത് പ്രിയപ്പെട്ടവരെ. എന്നെയും നിങ്ങളെയും സ്നേഹിച്ചവനായ കർത്താവ്, രക്തം ചിന്തി വീണ്ടെടുത്തവനായ കർത്താവ് ഇന്നും നമ്മെ സഹായിപ്പാൻ മതിയായവനായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അപ്പോൾ അതാ മുമ്പേ നമ്മൾ പറഞ്ഞ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അപ്പം നമ്മുടെ രുചിയുടെ ഏതെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? സൗണ്ട് റെക്കോർഡ് ചെയ്യാം അല്ലേ? നമ്മുടെ വിഷ്വൽ റെക്കോർഡ് ചെയ്യാം. രുചി റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ചോദ്യം ചോദിക്കാൻ പാടില്ല പാസ്റ്ററെ, ആരും മിണ്ടുന്നില്ല. ഉച്ച സമയമാണ്. ഞാൻ നിങ്ങളുടെ രുചിയെ ഉണർത്താനായിട്ട് ഒരു കാര്യം പറയാം. മുമ്പ് ഞാൻ ഒരിക്കൽ പറയട്ടെ, പച്ചമാങ്ങ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗ്രീൻ മാംഗോ. അതിനെ കല്ലിൽ ഉടച്ച് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഞെരടി എല്ലാം അടുത്തുള്ളവരുടെ വായിലോട്ടൊന്ന് നോക്കിയേ. കുഞ്ഞു പിള്ളേരെ നോക്കണ്ട, അവർക്ക് മനസ്സിലാവത്തില്ല ഒന്നും. എങ്ങനെയുണ്ട് ഇപ്പോൾ? രുചി ഓർമ്മ വരുന്നുണ്ടല്ലേ? അപ്പം എന്ന് പറയുന്ന പോലെ നമ്മൾ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ, ഞെരുക്കത്തിലായിരിക്കുമ്പോൾ എൻ്റെ പിതാവായ ദൈവം എന്നെ ആ കുഴിയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തിയല്ലോ. ഉലയായ ചേറ്റിൽ, ആ കുഴഞ്ഞ ചേറ്റിൽ ഞാൻ കിടന്നവനായിരുന്നു. പാപത്തിൻ്റെ ചേറ്റിൽ, പടുകുഴിയിൽ, ആർക്കും എത്താൻ പറ്റാത്ത സ്ഥാനത്തായിരുന്നു. ആ സ്ഥാനത്ത് എന്നെ കരം പിടിച്ച് പാറയായ ക്രിസ്തുവിൽ നിലനിർത്തിയല്ലോ. ആ പിതാവ് ഇന്നും എന്നെ സ്നേഹിക്കും. ഒന്നോർക്കണം, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. ആ മുടിയനായ പുത്രൻ, രണ്ടാമത്തെ പുത്രൻ, ഇളയ പുത്രൻ, അവനെല്ലാം സ്വത്തെല്ലാം സ്വരൂപിച്ച് വിദേശത്തേക്ക് പോയി, എല്ലാം തെറ്റായ വഴിയിൽ ജീവിച്ച് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവന് സുബോധം വന്നു. എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് എനിക്ക് ചെല്ലണം. കടന്നു വീണ്ടും കുറച്ച് പൈസ എടുത്തുകൊണ്ട് ഞാൻ വരാമെന്നാണോ പ്രിയപ്പെട്ടവരെ? അല്ല. അവിടെ ഇരിക്കുന്ന ഭൃത്യന്മാർ, അവിടെ ഇരിക്കുന്ന ബാല്യക്കാർ, അവിടെ ഇരിക്കുന്ന ജോലിക്കാർ, അവർ കഴിച്ച് സംതൃപ്തരായിരിക്കുന്നു. ഇവിടെ ഒരു നേരം ഭക്ഷണം പോലും കിട്ടാതെ ഞാൻ ഈ പന്നികളുടെ കൂടെ ശണ്ടയിട്ടുകൊണ്ടിരിക്കുന്നു.
അവന് ബുദ്ധി തെളിഞ്ഞപ്പോൾ അവൻ പിതാവിൻ്റെലേക്ക് അവൻ ഓടിപ്പോയതായിട്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരുപക്ഷെ ഇളയപുത്രനെ പോലെ ദൈവത്തിൽ നിന്ന് എല്ലാ നന്മയും പ്രാപിച്ചവരായിരിക്കുക. എന്നാൽ ലോകത്തിൻ്റെ വഴികളിൽ നമ്മൾ ജീവിച്ച് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്ന്, ദൈവം ഒരിക്കലും നമ്മൾ അകന്നു പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൽ നമ്മൾ അകന്ന് നമ്മൾ ഓടോടി പോകുന്നുണ്ടോ? എന്നാൽ നമ്മെ തേടി വരുന്നത് ഡിസ്ട്രക്ഷൻ ആയിരിക്കാം. എന്നാൽ നമ്മൾ കർത്താവിനെ തേടി തിരിച്ചു വരുമെങ്കിൽ, മനം മാറി മനസ്സലിവുള്ളവനായ പിതാവിനെങ്കിലേക്ക് തിരിച്ചു വരുമെങ്കിൽ, നമ്മെ വീണ്ടും സ്വീകരിപ്പാൻ അവൻ ഒരുക്കമുള്ളവനായിരിക്കുന്നു. തിരിച്ചു വന്നതും അവന് നല്ല വസ്ത്രം കൊടുത്തു, അവന് മോതിരം കൊടുത്തു, നല്ല പാദരക്ഷ കൊടുത്തു, അവന് വേണ്ടുന്ന ഒരുക്കി വയ്ക്കുവാൻ തക്കവണ്ണം ഒരു കൊഴുത്ത മാടിനെയും അവൻ അടിച്ചു വന്ന ഫാറ്റ് ആൻഡ് കാഫ് വാസ് കിൽഡ് ഫോർ ഹിം, വിരുന്നൊരുക്കുവാൻ. പ്രിയപ്പെട്ടവരെ, അത്രയും ഒരുക്കമുള്ളവനായിരിക്കുന്ന ഒരു പിതാവുണ്ട്. ഒരു നാൾ നിങ്ങൾ പറയില്ല, ഞാൻ ഒത്തിരിയധികം ദൂരെ പോയി ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരുവാൻ സാധിക്കും. അത് ശത്രുവിൻ്റെ തന്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, യു ആർ ഓൾവേസ് വെൽക്കം. അല്ല പറയാമോ, ഐ ആം ഓൾവേസ് വെൽക്കം ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്. ഫാദേഴ്സ് ഹോമിൽ എപ്പോഴും നിങ്ങൾക്ക് കയറി വരാം, ഏത് സന്ദർഭങ്ങളിലും കയറി വരാം, ഏത് നിങ്ങൾ സ്ഥിതിയിലായാലും സാരമില്ല. നിങ്ങൾ തിരിച്ചു വരുമെങ്കിൽ സ്വീകരിപ്പാൻ അവൻ ഒരുക്കമുള്ളവനായിരിക്കുന്നു. എല്ലാം പിറുപിറുത്തപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, എനിക്ക് വാഗ്ദത്തം തന്നവൻ വിശ്വസ്തനാണ്. അവൻ പറയുന്നു, ജനത്തോട് പറയുക, 13-ാമത്തെ വാക്യം, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്നും നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. Fear not, do not be afraid. Hallelujah. Stand still. First we have to, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭയപ്പെടരുത്. 2, we have to stand still. And 3, we have to see the salvation of God. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട്, അവൻ്റെ ആ ഫെയ്ത്ത്ഫുൾനെസ്സിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, ആ വിശ്വസ്തത മനസ്സിലാക്കിക്കൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ കടന്നു വരുന്നു, കർത്താവേ അങ്ങ് മതിയായവനെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞ് നമ്മളെ സമർപ്പിക്കണം. അതവൻ പറയുന്നത്. വീണ്ടും പറയുന്നു, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. മിസ്രൈം ദേശത്ത് വരുന്നപ്പം അവിടെ നിന്നുള്ള കൊള്ളയായിട്ടാണ് വന്നത്. എന്നാൽ ചിലരുടെ മനസ്സിൻ്റെ പുറകിൽ കാണുമായിരിക്കും, ഞാൻ ഈ തെറ്റായ സ്വഭാവങ്ങൾ, ഈ മിസ്രൈമിൽ എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളും നമ്മെ ചുറ്റി വലച്ചിരുന്ന എല്ലാ അടിമത്ത സ്വഭാവങ്ങളാണ് കേട്ടോ. അതെല്ലാം വിട്ടേച്ച് നമ്മൾ വന്നുകൊണ്ടിരിക്കുക, നമ്മൾ പുതിയ ദേശത്തേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം നമ്മൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവായവൻ അവൻ ഒത്തിരിയധികം സൂത്ര ഉള്ളവനായതുകൊണ്ട് വീണ്ടും അവൻ ഓർമ്മിപ്പിക്കും. ചിലപ്പം ഞാൻ അന്ന് ചെയ്ത തെറ്റ് വീണ്ടും എന്നെ പിടിക്കുമോ, അന്ന് ചെയ്ത പാവം വീണ്ടും എന്നെ പിടിക്കുമോ എന്ന് പറഞ്ഞ് ഇവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ പറയുന്നു, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. അവൻ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിലായി മാറുമ്പോൾ, പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ, പഴയതെല്ലാം കഴിഞ്ഞുപോയി, പഴയതെല്ലാം കുഴഞ്ഞുപോയി എന്നല്ല, പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതിയതായി. ഹല്ലേലൂയ. അപ്പം ഞാനും നിങ്ങളും ക്രിസ്തുവിലാകുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഭയപ്പെടാതെ, കർത്താവെ അങ്ങ് എനിക്ക് മതിയായവനായിരിക്കുന്നു, എൻ്റെ പഴയതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നവനല്ല, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭയപ്പെടുന്നവനായല്ല. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വരുമ്പോൾ എല്ലാ ഭയത്തെയും പുറകെ തള്ളുന്ന അങ്ങയുടേതായ സ്നേഹം എനിക്ക് മതിയായതെന്ന് ഞാൻ അറിയുന്നു കർത്താവെ എന്ന് പറഞ്ഞ് അവൻ്റെ സന്നിധിയിലേക്കായി കടന്നു വരുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കുവാനും വിടുവിപ്പാനും പൂർണ്ണ രക്ഷ നമുക്ക് നൽകുവാനും തീർച്ചയായും അത് അനുഭവിപ്പാനും നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ. തുടർന്ന് കാണുന്നു, ഇവിടെ വായിക്കുന്നു 14-ാമത്തെ വാക്യം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും,
നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അത് ഒത്തിരിയധികം കോംപ്ലിക്കേറ്റ് ആക്കുന്നത് എന്താണെന്നറിയാമോ? വി ഡോണ്ട് അലൗ ഗോഡ് ടു വർക്ക് ഇൻ ദോസ് സിറ്റുവേഷൻ. ഗോഡ് ഹാസ് എ പ്ലാൻ. എല്ലാവരും പറയാമോ? ഗോഡ് ഹാസ് എ പ്ലാൻ. അപ്പോൾ ദൈവം നമ്മളിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് നടത്തിപ്പാൻ വേണ്ടുന്ന ജ്ഞാനം നമുക്ക് അവൻ തരും. മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, അത്രയേ ഉള്ളൂ. സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ വി ഹാഡ് ടു സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് വെച്ചാൽ യു ആൻഡ് ഐ ആർ ജസ്റ്റ് പോസ്. ഇനി അടുത്തത് എന്ത് പറയുന്നു അതുവരെ മിണ്ടാതിരിക്കുക. അത്രയും നേരം കർത്താവിൽ ആശ്രയിക്കുക, അത്രയും നേരം കർത്താവിൽ ശരണപ്പെടുക, അത്രയും നേരം കർത്താവിൽ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, മഹത്വപ്പെടുത്തുക, എൻ്റെ വചനത്തെ ധ്യാനിക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് 15-ാമത്തെ വാക്യം നോക്കുമ്പോൾ അപ്പോൾ ശ്രദ്ധിക്കണം. ജനങ്ങൾ ശത്രുക്കളെ കണ്ടപ്പോൾ ഏറ്റവും ഭയപ്പെട്ടു, യഹോവയോട് നിലവിളിച്ചു, മോശയോട് പിറുപിറുത്തു, അവനെ വിസ്മയിപ്പിക്കുന്ന രീതിയിലായ ഒത്തിരിയധികം കാര്യങ്ങളൊക്കെയും പറഞ്ഞു. എന്നാൽ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പം മറ്റുള്ള ഇസ്രായേൽ ജനങ്ങളുടെ മുമ്പിൽ നല്ലൊരു തലവനായി വിശ്വാസവീരനായി മോശ അവരോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി, ദൈവം യഹോവ യുദ്ധം ചെയ്യും, നിങ്ങളുടെ ശത്രുക്കളെ ഇനി നിങ്ങൾ കാണുകയില്ല എന്നെല്ലാം വിശ്വാസത്തിൻ്റെ ആ പ്രഖ്യാപനം ചെയ്യുന്നുണ്ട്. ഈ ഈസ് ഡിക്ലെയറിങ് എവറിത്തിങ് ഇൻ ഫെയ്ത്ത്. എന്നാൽ കർത്താവിൻ്റെ അടുക്ക് പോയി അവൻ കരയുക. അപ്പോൾ എന്തിനാണ് നീ നിലവിളിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ട് പറയുക, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട്. എല്ലാവരും പറയാമോ? ചെയ്യേണ്ട കാര്യങ്ങൾ. വി ക്യാൻ അക്നോളേജ് ഫിയർ, at the same time we have to anchor in his promise and we have to act in faith. നമ്മൾ ഭയമുണ്ട്, സത്യം തന്നെ, അത് നമ്മൾ ഏറ്റുപറയണം. കർത്താവിൻ്റെ സന്നിധിയിൽ പറയുന്നത് നല്ലതാണ്, തെറ്റൊന്നുമില്ല. എന്നാൽ അടുത്തത് ചെയ്യേണ്ടത് എന്നാ വെച്ചാൽ നമ്മൾ അവൻ്റെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ മുറുകെ പിടിച്ചു കൊള്ളണം. മൂന്നാമത് വിശ്വാസത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യണം. വിശ്വാസത്തിൽ എന്താ പ്രവർത്തിക്കണം? കർത്താവ് പറയുന്നു, വടിയെടുത്ത് 16-ാമത്തെ വാക്യം, വടിയെടുത്ത് നിൻ്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക, ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. അവരതുപോലെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? 22-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. വിശ്വസ്തൻ പറഞ്ഞ വാക്ക് പാലിച്ചോ ഇല്ലയോ? പാലിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത്? ഇവരുടെ പുറകെ ഇസ്രായേൽ സൈന്യം, മിസ്രൈമി സൈന്യം പുറകെ വരുന്നുണ്ട്. തേരിലെല്ലാം രഥങ്ങളിൽ കൂടി അവർ വരുന്നുണ്ട്. അപ്പം സംഭവിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരുന്ന ദൂതൻ അവരുടെ പുറകിലേക്കായിപ്പോയി. അവരുടെ മുമ്പിലായി പോയിക്കൊണ്ടിരുന്ന ആ മേഘസ്തംഭം അവരുടെ പുറകിലേക്കായിപ്പോയി. ഇപ്പോൾ മിസ്രൈമ്യർക്കും ഇസ്രായേൽ ജനങ്ങൾക്കും നടുവേ ഒരു വിഭാഗം, ഒരു തടസ്സം പോലെ, ഒരു ബാരിയർ പോലെ ഉണ്ടാക്കി അവരെയും ഇവരെയും കണ്ടുമുട്ടാത്ത രീതിയിൽ ഒരു തടസ്സം അവിടെ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 20-ാമത്തെ വാക്യം നോക്കുക, തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 24-ാമത്തെ വാക്യം, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമെ സൈന്യത്തെ നോക്കി. ശ്രദ്ധിക്കണം, നോക്കി. മിസ്രൈമെ സൈന്യത്തെ താറുമാറാക്കി. അവർ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മൾ മുമ്പ് എവിടെയാണ് വായിച്ചത്? 14-ാമത്തെ വാക്യം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഇവിടെ യുദ്ധം ചെയ്യുന്നു. അപ്പം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു പിതാവാണ് എനിക്ക് നിങ്ങൾക്കും ഉള്ളത്. ഹല്ലേലൂയ. അവൻ്റെ വാക്കിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ. അവൻ്റെ വാക്ക് ഒരു നാളും മാറിപ്പോവുകയില്ല. ഈ ഭൂമിയിലുള്ള സകലതും ഒഴിഞ്ഞു പോയാലും ഇതിലുള്ള ഒരു വള്ളിയോ പുള്ളിയോ മാറത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ വചനത്തെ സ്നേഹിക്കണം, ഈ വചനത്തെ നമ്മൾ എത്രത്തോളം നമ്മൾ മാനിക്കണം, ഈ വചനത്തെ എത്രത്തോളം നമ്മൾ വിശ്വസിക്കണം, ഈ വചനത്തെ എത്രത്തോളം നമ്മൾ മാറോട് ചേർത്ത് അണച്ചുകൊള്ളണമെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുവിൻ പ്രിയപ്പെട്ടവരെ.
ഈ വചനം വിലയേറിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനത്തെ കൂടുതൽ നിങ്ങൾ ധ്യാനിക്കണം, കൂടുതൽ നിങ്ങൾ സ്നേഹിക്കണം, കൂടുതൽ ആ വചനത്തിന് അടിസ്ഥാനമായി നിങ്ങൾ പ്രവർത്തിക്കണം. മോശ കർത്താവ് പറഞ്ഞ അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. 26-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ മോശയോട് വെള്ളം മിസ്രയീമിന്റെ മേലും അവരുടെ രഥങ്ങളുടെ മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരുന്നതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് പറഞ്ഞ് അവൻ കൈ നീട്ടി. യഹോവ മിസ്രയീമ്യരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു. 28-ാമത്തെ വാക്യം. എല്ലാം മുക്കിക്കളഞ്ഞ് അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, ഒരുത്തൻ പോലും ശേഷിച്ചില്ല. 30-ാമത്തെ വാക്യം. ഇങ്ങനെ യഹോവ ദിവസം ഇസ്രായേല്യരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയേല്യർ കടൽക്കരയിൽ ചത്തടഞ്ഞ് കിടക്കുന്നത് ഇസ്രായേല്യർ കാണുകയും ചെയ്തു. മുമ്പ് എന്താ പറഞ്ഞേ? നിങ്ങൾ ഒരിക്കലും അവരെ കാണുകയില്ല, ജീവനോടെ കാണുക. ഇവ ചത്തടഞ്ഞത് അവർ കണ്ടു. ഹല്ലേലൂയ. യഹോവ മിസ്രയീമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി 31-ാമത്തെ വാക്യം. ഇസ്രായേല്യർ കണ്ടു, ജനം യഹോവയെ ഭയപ്പെട്ടു, യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. അവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എപ്പോഴൊക്കെയും ഈ ഡെഡ് എൻഡ് ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ഗോഡ് ഹാസ് എ പ്ലാൻ. എല്ലാവരും കണ്ണുകളെ അടച്ച് നെഞ്ചോട് കൈവച്ച് പറയാമോ? ഗോഡ് ഹാസ് എ പ്ലാൻ. ദാറ്റ് പ്ലാൻ ഈസ് ടു പ്രോസ്പർ മീ ആൻഡ് പ്ലാൻ ഈസ് ഫോർ അവർ ഗുഡ്. ഹല്ലേലൂയ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരിക്കും. അപ്പോൾ ആ പ്ലാനിനെ നമ്മൾ, യു ആൻഡ് ഐ ഷുഡ് ട്രസ്റ്റ് ഹിസ് പ്ലാൻ. ഒരു നാളും അവൻ എന്നെ തകർക്കുവാനല്ല ഈ പദ്ധതി ഇട്ടിരിക്കുന്നത്, എന്നെ ഉയർക്കുവാൻ, തകർച്ചയിൽ അല്ല വളർച്ചയിലേക്കുള്ള പദ്ധതിയാണ്. നമ്മുടെ താഴ്ചയിലേക്കുള്ള പദ്ധതിയല്ല, ഉയർച്ചയിലേക്കുള്ള പദ്ധതിയാണ്. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെയാണ് നമുക്ക് വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അവ കർത്താവ് നമ്മളടുക്ക് കാത്തിരിക്കാൻ പറയുമ്പോൾ, മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ ഞാനും നിങ്ങളും മിണ്ടാതിരിക്കുക. അതിൻ്റെ അർത്ഥം കർത്താവ് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. കർത്താവ് പറയുന്ന വാക്കിനനുസരിച്ച് ഞാനും നിങ്ങളും പ്രവർത്തിക്കുമ്പോൾ കർത്താവ് ഹി വിൽ ഷോ ദാറ്റ് ഈസ് എ പ്രോമിസ് കീപ്പിംഗ് ഫെയ്ത്ത്ഫുൾ ഫാദർ. അവൻ്റെ വാഗ്ദത്തങ്ങളെ അതുപോലെ സത്യസന്ധമായി നിവർത്തിക്കുന്ന പിതാവായി നമ്മുടെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുക തന്നെ ചെയ്യും. രണ്ടാമത്, അവൻ്റെ വല്ലഭത്വം വെളിപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലും നമ്മളിലൂടെ അനേകർക്ക് അത്ഭുതം കാണുവാനും നമ്മൾ അത്ഭുതങ്ങളായി മാറുവാനും കർത്താവ് നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങളും ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം, സംശയം കൂടാതെ, ഭയം കൂടാതെ, ചോദ്യങ്ങൾ കൂടാതെ കർത്താവ് എന്തു പറയുന്നുവോ അതുപോലെ നമ്മൾ ചെയ്യുമെങ്കിൽ, നമ്മൾ ഈ വായിച്ച 46-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ആ വാക്യം ഒന്നും കൂടെ വായിച്ച് നമുക്ക് നിർത്താം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ കർത്താവ് പറയുന്നത് പോലെ അനുസരിച്ച് നമ്മൾ നടക്കുമെങ്കിൽ ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. എല്ലാവർക്കും അറിയാം, ഈ ചെങ്കടലിനെ വിഭാഗിച്ച കഥ എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലുള്ള അനേകർക്കറിയാം. എങ്ങനെയാണ് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്ന് ഒരു നിമിഷം കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ. യെസ് ലോർഡ്. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടങ്ങളനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ഹല്ലേലൂയ.
കർത്താവെ, ഞങ്ങൾ അങ്ങ് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. ഞങ്ങൾ കർത്താവെ അങ്ങയുടെ മക്കളായി, ദൈവമേ അങ്ങയുടെ പ്രിയ മക്കളായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് ആ യേശുവിൻ്റെ നാമത്തിലായി കടന്നു വരുന്നപ്പ. ഞങ്ങൾ പാടിയതുപോലെ അങ്ങ് ഞങ്ങളുടെ കാന്തനായി കാക്കുവാൻ ഞങ്ങളുടെ മേൽ കനിഞ്ഞിരിക്കയാൽ സ്തോത്രം. ഞങ്ങളുടെ പ്രിയനായി ഞങ്ങൾ എത്രത്തോളം പോറ്റി നടത്തിയില്ലായി സ്തോത്രം. ഞങ്ങളെല്ലാവിധമായ സാഹചര്യങ്ങളും ഞങ്ങളെ വിടുവിപ്പാൻ മതിയായവനായി ഞങ്ങൾ എത്രത്തോളം കരുതിയല്ലോ, വഴി നടത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിലും അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായി ഇന്നത്തെ ദിനം കർത്താവെ അങ്ങ് ഇടപെടുവാൻ പോകുന്നതിനായി അടിയൻ നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. അടിയൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് സാമ്പത്തികമായ ഞെരുക്കങ്ങളിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും അത്ഭുതത്തിന്റെ വഴികളെ കർത്താവ് ഇപ്പോൾ തുറന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തോടു കൂടി അത് സ്വീകരിച്ചുകൊള്ളുവൻ, വിശ്വാസത്തോടു കൂടി സ്വീകരിച്ചുകൊള്ളുവൻ. യഹോവ ഈരയായി അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എല്ലാറ്റിലും ഉപരിയായി അവൻ നമുക്ക് പ്രിയനായ പിതാവായിരിക്കുന്നു. പിതാവ് ഒരിക്കലും അവന്റെ മക്കൾ കഷ്ടത്തിലോ നഷ്ടത്തിലോ കടനിലോ അവൻ രോഗത്തിലോ ദുഃഖത്തിലോ ആയിരിക്കുന്ന അവന് ഇഷ്ടമല്ല. എന്നാൽ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നവനായ പിതാവ് ഇപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിലായി നിങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരുകാൽ നിങ്ങൾക്ക് സൗഖ്യം പകരുന്നു. ഹല്ലേലൂയ. അവന്റെ രക്തത്താൽ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ലോകത്തിന് നൽകുവാൻ കഴിയാത്ത സമാധാനം, വിലയേറപ്പെട്ട സ്വർഗീയ സമാധാനം, ആ സ്വർഗീയ സന്തോഷം എന്നിലും നിങ്ങളിലും ഈ നിമിഷം അവൻ നിറച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റിസീവ് ഇറ്റ്, റിസീവ് ഇറ്റ്, റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പ. ഞങ്ങളുടേതായ സ്വർഗീയമായ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ച് തുടർന്ന് ഞങ്ങളുടെ മഹത്വത്തിനായി സാക്ഷികളായി ജീവിപ്പാൻ സഹായിക്കണമേ. അവന്റെ പരിതിരുനാമം മാത്രം മഹത്വം എടുത്തുകൊള്ളട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.